മഴത്തോരും മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വൈജയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് രാജീവിനെ അറിയിച്ചത്. രാജീവ് ഉടനെ തന്നെ അങ്ങോട്ട് വരാമെന്ന് വൈജയടുത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം മനുവിൻ്റെ അടുത്ത് പറയാണ്, നീ പറഞ്ഞ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അവളെ അവിടുന്ന് പറഞ്ഞു വിടുക എന്ന്. അതുമാത്രമല്ല, പോകാനായിട്ട് തയ്യാറായി നിന്നവൾ ബാലേന്ദ്രനെ കണ്ട ശേഷം എന്തുകൊണ്ടായിരിക്കും തീരുമാനം മാറ്റിയത്, ബാലേന്ദ്രൻ എന്തായിരിക്കും അവളോട് പറഞ്ഞത് എന്നൊക്കെ രാജീവൻ മനുവിനോടും എടുത്തുകാട്ട് പറയുകയാണ്. എന്ത് പറഞ്ഞായിരിക്കും അവളെ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തിയത്, അത് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം മനു പറയാണ്, അപ്പം അങ്കിള് വെറുതെ ഒന്നുമല്ല ഈ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാണ്. രാജീവൻ പറയാണ്, ഇനി എന്ത് കളിക്ക് ബാലേന്ദ്രൻ ഇറങ്ങിയാലും എൻ്റെ മുന്നിൽ തോറ്റുപോകത്തേ ഉള്ളൂ. ഞാൻ അവളെ അവിടുന്ന് ഇറക്കിയിരിക്കും, അടിച്ച് തന്നെ ഇറക്കിയിരിക്കും എന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മനുവിന് വിഷമവും വരുന്നുണ്ട്. വൈജയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വൈജയ്ക്കും അറിയാൻ വയ്യ, കാരണം ഞാൻ ഉടനെ തന്നെ പോവും മാഡം, എനിക്ക് ഇനി ബാലേന്ദ്രൻ്റെ സാറിനെ കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അലീന ബാലേന്ദ്രനെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ മാറണമെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചതെന്ന് വൈജയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവളോട് ചോദിച്ചാൽ അവളോട്ടൊന്നും പറയുന്നതും ഇല്ല. ഈ സമയത്താണെങ്കിൽ അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തിരുന്ന് കരയുകയാണ്. എന്താ കുഞ്ഞെ നീ ഇങ്ങനെ കരയുന്നത്, എന്താ ബാലേന്ദ്രൻ പറഞ്ഞത്, നീ ഇവിടുന്ന് പോകുന്നെന്ന് പറഞ്ഞാണല്ലോ പോയത്, പിന്നെ എന്ത് പറ്റി, എന്നോടെങ്കിലും നീ സത്യം പറ എന്ന് പറയാണ്. ഒന്നുമില്ല മുത്തശ്ശിയെന്നും പറഞ്ഞ് ഇവളെ കരയുകയാണ്. ഇല്ല, ഒന്നുമില്ലാത്തതൊന്നുമല്ല, നീ ഇവിടുന്ന് ഉറപ്പായിട്ടും പോകുമെന്ന് പറഞ്ഞ് പോയവളാണ്. ബാഗ് വരെ എടുത്ത് പാക്ക് ചെയ്ത് പുറത്തിറങ്ങിയവളാണ്. അപ്പം പിന്നെ ബാലേന്ദ്രനെ കണ്ടപ്പോൾ നിനക്ക് വന്ന മാറ്റം ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാവും. അപ്പോഴേ വൈജി അങ്ങോട്ട് ഡോറ് തുറന്നു വരുന്നതാണ്. അമ്മ ചോദിച്ചു നോക്കൂ, അവൾ പറഞ്ഞ് ബാലേന്ദ്രൻ എന്ത് പറഞ്ഞിട്ട് അവളവിടെ പിടിച്ചിരുത്തിയെന്ന് അവൾ പറയും. ഞാൻ ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല, നിങ്ങളൊക്കെ അല്ലേ അവൾ ചോദിച്ചാൽ ചിലപ്പം പറഞ്ഞെന്നിരിക്കും എന്ന് വൈജ പറയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നും അറിയാൻ വയ്യ. എന്തുവായാലും ഇനി ബാലേന്ദ്രൻ്റെ വാശിയാണെങ്കിൽ പോലും ഇനി ഇവിടെ നടക്കത്തില്ല. രാജീവേട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഇവളെ ഇവിടുന്ന് അടിച്ചിറക്കാനായിട്ട് തന്നെയാണ് രാജീവേട്ടൻ വരുന്നത് എന്ന് പറയാണ്. ഒരു അലീന പൊട്ടിക്കരയാണ്. ഇവിടെ ഒരു പൂങ്കണ്ണീര് എന്നും പറഞ്ഞ് വായിച്ച് ദേഷിച്ച് ഡോറും അടച്ചങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് മക്കളെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. ബബിതയും രോഹിത്തും കൃഷ്ണയും കാര്യങ്ങളൊക്കെ മക്കളും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പം ബബിത പറയണേ, എന്നാലും മുകളിൽ ചെന്നപ്പോൾ അവളുടെ തീരുമാനം മാറണമെങ്കിൽ അച്ഛൻ എന്തായിരിക്കും അമ്മ പറഞ്ഞത് എന്ന് ചോദിക്കും. അറിയാമെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ലേ എന്തോ പറഞ്ഞതെന്ന്, നിങ്ങൾ ചെന്ന് അച്ഛനത് ചോദിക്കുക എന്നും പറഞ്ഞ് വൈജി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അമ്മ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്ന് രോഹിത്ത് ചോദിക്കണം. പിന്നെ ഞാൻ എന്താ വേണം, സമാധാനത്തിരിക്കണം. ഇവിടെ വന്നൊരു വേലക്കാരി ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന വിധത്തിലേക്ക് എത്തുമ്പോൾ ഞാനിവിടെ സമാധാനത്തിരിക്കണോ എന്ന് വൈജി ചോദിക്കുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് അങ്ങോട്ട് നമ്മുടെ രാജീവ് കൂടെ മനു ഉണ്ട്. രണ്ടുപേരും കൂടെ വരികയാണ്. മനു അങ്ങനെ വന്ന് അവരുടെ അടുത്ത് അകത്തേക്ക് കയറി വരികയാണ്. കയറി വന്നപ്പോൾ വൈജി ചോദിക്കുകയാണ്, നീ കൊണ്ടുവന്ന വേലക്കാരിയും ഹോം നേഴ്സും ഒക്കെ നല്ല ഹോം നേഴ്സാണ്, കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നു, ഇപ്പോൾ വീട്ടുഭരണം വരെ അവളാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അങ്ങ് കൊണ്ടുപോയി തരാമോ എന്ന് മനുവിനോട് ചോദിക്കുകയാണ്. അപ്പം മനു ഒന്നും മിണ്ടുന്നില്ല. അപ്പം അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് കൃഷ്ണനടുത്ത് ചോദിക്കുക, എന്താ മക്കളെ ഇവിടെ ഉണ്ടായത്, എന്താ കാര്യം ഒന്ന് പറയണം. അപ്പോൾ ബബിത ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പോവാനായിട്ട് നിന്നിട്ട് മുകളിലോട്ട് അച്ഛനെ കാണാൻ പോകുന്നവരെ അവൾ പോകണമെന്നും പറഞ്ഞ് നിന്നാണ്. അച്ഛനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പം പൊട്ടി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാണ്, എന്നെ പറഞ്ഞു വിടല്ലേ എന്നും പറഞ്ഞ് അവൾ കരയുന്നത്. അപ്പം വൈജി പറയണം, അതുവരെ അവൾ അങ്ങനെ അല്ലേ, തിരിച്ചു വന്നപ്പോൾ അവർ വേറൊരു അഭിനയം, അവൾക്ക് പോകാൻ വയ്യാന്ന്. ഇതിൻ്റെയൊക്കെ കാരണം എന്തോന്ന് ആർക്കും മനസ്സിലാവുന്നില്ല, എന്നാൽ ഇവിടെ നിർത്താനുള്ള കാരണം കൂടെ ഞങ്ങൾക്ക് കൂടെ പറഞ്ഞു തരണ്ടേ എന്ന് പറയുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നത്, ഞാൻ പോയി അയാളടുത്ത് ചോദിക്കാം എന്തിനാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്ന്, അപ്പോൾ അറിയാലോ എന്ന് പറയുകയാണ്. എന്നിട്ട് വന്നിട്ട് ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ രാജീവ് പോരുങ്ങുമ്പോൾ നമ്മുടെ മനു പറയാണ്, ചെറിയ അച്ഛനെ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഞാൻ പോയി അങ്കിളിനോടൊന്ന് സംസാരിക്കും, എന്നിട്ട് ചെറിയ അച്ഛന് പോവാം എന്ന് പറയുകയാണ്. എന്നെങ്കിൽ നീ ചെന്ന് സംസാരിക്കുക, ആ സംസാരം അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ, ഞാൻ ചെന്നാൽ ചിലപ്പം പ്രശ്നം വളരെ വഷളാവും, പിന്നെ ഞങ്ങൾ അമ്മിൽ മുഷിഞ്ഞ് സംസാരിച്ചെന്ന് വരും എന്ന് രാജീവ് പറയുകയാണ്. അപ്പോൾ ശരി എന്നും പറഞ്ഞ് മനു അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ടെൻഷനോട് ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫോണും കയ്യിലുണ്ട്. അങ്കിളേന്ന് വിളിക്കുകയാണ്. എന്താ മനു, അല്ല ഇന്ന് അലീന പോകണമെന്നും പറഞ്ഞിരുന്നയാ. എന്നാണ് അവൾ പറഞ്ഞിരുന്നത്, പക്ഷേ ഇന്നായപ്പോൾ അവിടെ തീരുമാനം മാറ്റിയിട്ടുണ്ട്, ഇന്ന് അവൾ പറയുന്നത് പോകുന്നില്ലെന്ന്.
അത് അവൾ പോകണമെന്ന് വിചാരിച്ചിരുന്ന് ബാഗും പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ വന്നപ്പോഴാണ് വീടിൻ്റെ താക്കോൽ കാണാഞ്ഞത്. ഇങ്ങോട്ട് കയറി വരുന്നവരവൾക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നേ. ഇവിടെ വന്നതിന് ശേഷം ഈ അങ്കിളിനെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങി വന്നതിന് ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത്. പോകുന്നില്ല, എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞത്. അതിനെന്താ കാരണം? അപ്പം നിങ്ങൾ തന്നെ കാരണം എന്തെന്ന് അവിടുത്തെ ചോദിച്ചൂടെ എന്ന് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അലീനെ എടുത്ത് ചോദിച്ചായിരുന്നു. അലീന എന്താ കാര്യമെന്ന് പറയത്തില്ല. അപ്പം അലീൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അലീനയ്ക്കല്ലേ അറിയത്തുള്ളൂ അലീന എന്താ നിൽക്കുന്നത്, അലീന എന്താ പോകുന്നതെന്ന് അലീനയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് അലീന പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് ആയിരിക്കാം ചിലപ്പം പോവാത്തത്. അങ്കിളെ വെറുതെ ചുമ്മാ അതങ്ങ് പറയല്ലേ. അവൾ പോകണമെന്ന് പറഞ്ഞിരുന്ന ആൾ ഇവിടെ വന്ന് അങ്കിൾ എന്തോ പറഞ്ഞത് കൊണ്ടാണ് അവൾ പോവാത്തതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ അതിൻ്റെ കാരണം മാത്രം ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പം ബാലേന്ദ്രൻ പറയുന്നത്, ഇനി എന്തൊക്കെ പിടികിട്ടാനിരിക്കുന്ന നിനക്ക്, ഇതൊന്നും നീ മുന്നിൽ കാണുന്ന പോലല്ല കാര്യങ്ങൾ. ഇനി പലതും നീ അറിയാനിരിക്കുന്നുണ്ട്. പലതും അറിയുമ്പോൾ നീ ഞെട്ടുകയും ചെയ്യും. അങ്കിളെ ഓരോ അർത്ഥം വെച്ച് പറയുന്നത്. ഒന്നുമില്ല, ഞാനൊരു കാര്യം അങ്കിളിനോട് പറഞ്ഞാൽ അങ്കിൾ കേൾക്കുമോ? നീ പറ. അല്ല, കുറച്ച് ദിവസത്തിനെങ്കിലും അലീനെ നമുക്ക് ഇവിടുന്ന് മാറ്റി നിർത്തിയാൽ ഈ വീട്ടിലെ പ്രശ്നം തീരുവാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറയണം. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ പ്രശ്നം തീരുമെന്ന് നിനക്കുറപ്പാണോ? ചിലപ്പം മാറും, ആൻറ്റിയും അതുപോലെ മാറ്റം വരുമായിരിക്കും എന്ന് നമ്മുടെ മനു പറയുകയാണ്. ബാലേന്ദ്രൻ പറയാണ്, നിനക്ക് പോലും ഉറപ്പില്ല മാറ്റം വരുമോ ഇല്ലയോ എന്ന്. കാരണം നിൻ്റെ ആൻറ്റിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ടറിയാം. പിന്നെ അതിനു വേണ്ടി ആ പെൺകുട്ടി എന്തിനാ ബലിയാടാക്കുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അവളിവിടെ നിൽക്കട്ടെ, അവളെൻ്റെ പെറ്റാണ്, മാത്രമല്ല അവളെൻ്റെ ഊന്നുവടിയാണ്, അവളെൻ്റെ പലതുമാണ് എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നു. അപ്പോഴത്തേക്ക് മനുവിന് മനസ്സിലാവുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ബാലേന്ദ്രൻ അങ്കിളിനൊരു മാറ്റവും വരാൻ ഇല്ല എന്ന് പറയണം. അങ്കിളിൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ്. അലീനെ പറഞ്ഞു വിടത്തില്ലയോ എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു വിടത്തില്ല, ഒരു നിമിഷം പോലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല പറയാണ്. രാജീവ് കൊച്ചച്ഛനും വന്നിട്ടുണ്ട്. അങ്കിളിൻ്റെ ഇങ്ങനെ ഈ തീരുമാനം കേട്ട് കൊച്ചച്ഛനും കുറച്ച് ചൂടിലാണ്. അപ്പം ബാലേന്ദ്രൻ ചോദിക്കണം, അവനാര് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? അവൻ അവിടെ പോയി കൊല്ലപ്പള്ളിയിൽ പോയി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ പോയി അവൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇവിടെ വന്ന് കാര്യങ്ങൾ തീരുമാനിക്കണ്ട. അതും കൂടി നീ താഴോട്ട് ചെല്ലുമ്പോൾ അവനോട് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ഇത് കേട്ട് മനു ഇനി തിരിച്ചിറങ്ങി വരുന്നത്. മനു തിരിച്ചിറങ്ങി വരുമ്പോൾ ഭയങ്കര ടെൻഷനിലൂടെയാണ് ഇറങ്ങി വരുന്നത്. താഴെ വരുമ്പോൾ വൈജയായിട്ട് നിൽക്കുന്നത്. എന്താ പറഞ്ഞത് നിൻ്റെ അങ്കിള്? ഓ, എന്താ പറയാൻ, അങ്കിള് നല്ല വാശിയില്ല അലീനെ പറഞ്ഞു വിടത്തില്ലെന്ന്. എന്ത് പറഞ്ഞിട്ട് അവളെ ഇവിടെ പിടിച്ചിരുത്തിയെന്ന് നീ ചോദിച്ചില്ലേ? ചോദിച്ച്. അന്നേരം അങ്കിൾ എന്താ പറഞ്ഞു? കാര്യമൊന്നും പറഞ്ഞില്ല. അവളുടെ ഇഷ്ടത്തിന് അവൾ ഇവിടെ നിൽക്കുന്നു എന്നാണ് അങ്കിൾ പറഞ്ഞതെന്ന് പറഞ്ഞു. ഓഹോ, ഞങ്ങളെല്ലാം പൊട്ടന്മാരല്ലേ? രാജു പറയാണ്. ബാലേന്ദ്രൻ്റെ വിചാരം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല എന്നുള്ള വിചാരം. ഞാൻ ചെന്ന് സംസാരിച്ചാലേ ബാലേന്ദ്രൻ്റെ അഹങ്കാരം തീരത്തുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് രാജീവ് അങ്ങോട്ട് മുകളിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് മനുവിന് ഭയങ്കര വിഷമം. മനു ഇങ്ങനെ വന്നിട്ട് അലീനെ നോക്കുന്നുണ്ട്. അലീന ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. പക്ഷേ അലീനയുടെ അടുത്ത് ഒന്നും ചോദിക്കാൻ മനുവിന് തോന്നിയില്ല. മനു നേരെ വരുന്നത് മുത്തശ്ശി അടുത്താണ്. മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കുകയാണ്, എന്തായി മോനെ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? കണ്ട് ഇവളാണെങ്കിൽ പോവാനായിട്ടിരുന്ന് ഇപ്പോൾ അവൾ പറയുന്നത് പോകുന്നില്ലെന്ന്. കാരണം ചോദിക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല, കരച്ചിൽ മാത്രം. എന്താ ബാലേന്ദ്രൻ എന്ത് പറഞ്ഞിട്ട് ഇവളെവിടെ പിടിച്ചു നിർത്തിയെന്ന് അറിയാനും വയ്യാലോ. അവളൊന്നും പറയുന്നതുമില്ല. അപ്പം മനു പറയാണ്, മുത്തശ്ശി ചോദിച്ചാലും അലീന ഒന്നും പറയത്തില്ല. എന്തോ ഒരു കാര്യമുണ്ട്, അത് അലീനയ്ക്കും അറിയാം, അങ്കിളിനും അറിയാം. ഒരിക്കലും അലീനയുടെ വായിൽ നിന്ന് അത് നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട എന്ന് മനു പറയുകയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് തീരും മോനെ? അപ്പോൾ മനു പറയാണ്, അങ്കിൾ ഒരു സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു, ആൻറ്റി ഒരു സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു, ബാക്കിയുള്ളവരെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അമരുക. രണ്ടുപേരും 1% പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നിൽക്കുക എന്ന് നമ്മുടെ മനു പറയുകയാണ്. സമയത്താണെങ്കിൽ രാജു മുകളിലോട്ട് ചെല്ലുകയാണ്. മുകളിലോട്ട് ചെന്നിട്ട് ഡോറ് ഒന്ന് തട്ടിയിട്ടങ്ങ് കയറുകയാണ്. എന്താ രാജീവ വീണ്ടും വന്നത്? അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അവൾ ഇവിടുന്ന് പോകണമെന്ന്. പിന്നെ പോകാനായിട്ടിരുന്ന അവളെ എന്ത് പറഞ്ഞാൽ ബാലേന്ദ്രൻ ഇവിടെ പിടിച്ചു നിർത്തിയത്? അവൾക്ക് സ്വയം തോന്നി അവൾ പോകാനായിട്ട് ഒരുങ്ങിയില്ലേ, പിന്നെ എന്തിനാ ബാലേന്ദ്രനെ ഇവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യം എന്തോ? ഇനി ബാലേന്ദ്രനെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ ഒരു കാര്യവുമില്ല, ഞാൻ അവളെ പറഞ്ഞു വിടും, അത് ഉറപ്പാ എന്ന് പറയണം. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കണം, ആഹാ, ഇപ്പം കൊല്ലപ്പള്ളിയിലെ കാര്യം മാത്രമല്ല ഇവിടുത്തെ കാര്യങ്ങളും കൂടെ തീരുമാനിക്കുന്ന രാജീവാണോ എന്ന് ചോദിക്കുകയാണ്. ഈ കാര്യത്തിൽ എൻ്റെ തീരുമാനം ഇവിടെ നടത്തും. കാരണം എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാരും ഇവിടെ വേണ്ട. അപ്പം രാജീവിൻ്റെ അടുത്ത് ബാലേന്ദ്രൻ ചോദിക്കണം, നാളെ നിങ്ങളുടെ പെങ്ങൾ പറയുന്നത് എന്നെ ഇഷ്ടമല്ല, അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെയും എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ അടിച്ചിറക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ, അങ്ങനെയൊന്നും അവൾ പറയത്തുമില്ലെന്ന് ബാലേന്ദ്രൻ നല്ലോണം അറിയാമെന്ന് രാജീവ് പറയണം.
അതുപോലെ തന്നെ അവൾ എന്തിനാ ആ അലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇത്രയും വെറുക്കുന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇത്രയും വെറുക്കുന്നതെന്ന് രാജുവിനോട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് പറയാണ്, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ പെങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ നിൽക്കണ്ട. അവൾ എന്തിനാ പുറത്തുനിന്ന് വന്ന ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമല്ലാതെ ആ വീട്ടിൽ നിൽക്കുന്നേ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവൾക്ക് പറ്റിയ ആങ്ങള തന്നെ, ഇത്രയും വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ചില്ലേ, അതിൻ്റെ ഒരു പരിഗണനയെങ്കിലും കൊടുത്തുകൂടെ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അത് തന്നെ, ഇത്രയും വർഷം അവളോട് ജീവിച്ച്, അപ്പം അതിൻ്റെ പരിഗണന, ഇത്രയും വർഷം എനിക്കെന്ത് പരിഗണന തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു പട്ടിയുടെ വില പോലും അവൾ എനിക്ക് തന്നില്ല, പക്ഷേ അവൾ ഇതെല്ലാം ശരിയായിരുന്നോ? എന്നിട്ടാണ് അവൾ ഇത്രയും ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. രാജീവ് ചോദിക്കണം, അവൾ എന്ത് ശരികേട് കാണിച്ചെന്ന്? അവൾ ഒരു ശരികേടും കാണിച്ചിട്ടില്ല. അത് രാജീവിന് ഉറപ്പാണോ? ഉറപ്പ് തന്നെ, അവൾ ഈ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ജീവിച്ചേ എന്ന് രാജീവൻ പറഞ്ഞങ്ങ് വാദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ഈ കുടുംബത്തിന് വേണ്ടി അവൾ ആത്മാർത്ഥമായി എന്ത് ചെയ്തെന്ന്? എൻ്റെ മക്കളെ നോക്കിയതെന്നോ അത് ഈ കുടുംബത്തെ നോക്കിയതെന്നോ? അല്ലാതെ അവൾ എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് രാജീവൻ. ഇത്രയും വർഷം നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചില്ലേ? 22 വർഷം ഒരു ചെറിയ വർഷമാണോ? ഇത്രയും നാൾ ഇങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളൊന്നുമില്ല, ഇപ്പം എന്ത് പറ്റി ബാലേന്ദ്ര എന്ന് പറയുന്നത്? അവൾ എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ കൂടെ തന്നെ നിൽക്കില്ലേ ബാലേന്ദ്ര ചെയ്തത്? ഇപ്പം അവൾക്കെതിരെ നീങ്ങാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ രാജീവ് പറയാണ്, അതുപോലെ തന്നെ ഇപ്പം ഈ അലീനയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ബാലേന്ദ്രൻ ഇത്രയും വാശി, അതുകൊണ്ട് തന്നെ അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല. അവളെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഴയ പോലെ നല്ലൊരു ജീവിതം നയിക്കുമെന്ന് എനിക്കുറപ്പാണ്, അതുകൊണ്ട് അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറയണം. ബാലേന്ദ്രന് ഉറപ്പാണോ? ഉറപ്പ് തന്നെ, ഞാൻ ഇപ്പം തന്നെ അവളെ അടിച്ചിറക്കും എന്ന് പറയണം. അവൾ പോയില്ലെങ്കിലും ഞാൻ അടിച്ചിറക്കും എന്ന് പറയും എന്ന് രാജീവ് പറയണം. ശരി, എന്നെങ്കിൽ എൻ്റെ 2-3 ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് പോയി അടിച്ചിറക്കിക്കോളാൻ പറയാണ്. എന്താ ബാലേന്ദ്രൻ അറിയേണ്ടത്? വായിച്ച കുറച്ച് നാൾ ആഗ്രയിലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആഗ്രയിൽ നിന്ന് പേര് കേൾക്കുമ്പോഴേ രാജീവ് ഞെട്ടുന്നുണ്ട്. അത് തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്തിനാ അവളവിടെ നിന്നത്? അവളെന്തോ പഠിക്കാൻ നിന്നെയാ. കല്യാണത്തിന് മുമ്പ് അവളൊരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോഴത്തേക്ക് രാജീവ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. രാജീവ് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അതിനുള്ള മറുപടി കിട്ടിയില്ല. ഇപ്പം രാജീവ് മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ്. ബാലേന്ദ്രനോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കള്ള കഥകളൊക്കെ. ഇതെന്തുവാ ബാലേന്ദ്രൻ ചോദിക്കുന്നത്? വൈജയെക്കുറിച്ച് തന്നെയല്ലേ ചോദിക്കുന്നത്? അപ്പം ബാലേന്ദ്രൻ പറയണേ, കൂടുതൽ അഭിനയൊന്നും വേണ്ട രാജീവ, സത്യം മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ രാജീവ് ഒന്നും മിണ്ടാതെ എന്ത് പറയണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. പിന്നെ കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവും. കാരണം ഇതൊക്കെ ഞാൻ ചോദിച്ച് തെളിവ് സഹിതം ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അതുമാത്രമല്ല പലരും കുറ്റസമ്മതം വരെ നടത്തി. ഇനി രാജീവായിട്ട് പുതിയ കഥയൊന്നും പറയണ്ട. അപ്പം ഞാൻ ചോദിച്ചതിന് ഇതുവരെ ഉത്തരം കിട്ടിയില്ല എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പം ഒന്നും പറയാനില്ല, രാജീവ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.